അഫ്ഗാനിസ്ഥാനിലെയും പാകിസ്ഥാനിലെയും അധികാര കേന്ദ്രങ്ങളിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകൾ വിരൽ ചൂണ്ടുന്നത് ഒരേ ഒരു കാര്യത്തിലേക്കാണ്. ഏഷ്യയെ പിടിച്ചുകുലുക്കാൻ പോകുന്ന ഒരു പൂർണ്ണ തോതിലുള്ള മഹായുദ്ധം തൊട്ടരികെ എത്തിക്കഴിഞ്ഞു. മാസങ്ങളായി പുകയുകയായിരുന്ന ആ അഗ്നിപർവ്വതം ഇപ്പോൾ പൊട്ടിത്തെറിച്ചിരിക്കുകയെന്നു. ഡ്രോണുകളും മിസൈലുകളും അതിർത്തികൾ ഭേദിച്ച് പറക്കുകയാണ്. റാവൽപിണ്ടിയും കറാച്ചിയും മുതൽ കാബൂളും കാണ്ഡഹാറും വരെ ബോംബുകളുടെ ശബ്ദത്തിൽ ഞെട്ടി ഉണരുന്നു. ഇത് വെറുമൊരു അതിർത്തി തർക്കമല്ല, പതിറ്റാണ്ടുകളുടെ ചതിയുടെയും തീവ്രവാദത്തിൻ്റെയും ഒടുങ്ങാത്ത പ്രതികാരത്തിൻ്റെയും കഥയാണ്. ലോകത്തെ മുൾമുനയിൽ നിർത്തുന്ന പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ഈ രഹസ്യ യുദ്ധത്തിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ എന്താണ്? താലിബാനും പാകിസ്ഥാൻ സൈന്യവും പരസ്പരം ലക്ഷ്യമിടുന്നത് എന്തിനാണ്? നമുക്ക് നോക്കാം. സംഭവങ്ങളുടെ തുടക്കം ജൂൺ 27-നായിരുന്നു. പാകിസ്ഥാന്റെ സാമ്പത്തിക തലസ്ഥാനമായ കറാച്ചിയിലെ സിന്ധ് റേഞ്ചേഴ്സ് ആസ്ഥാനം പെട്ടെന്നാണ് ഒരു യുദ്ധക്കളായി മാറിയത്. ആയുധധാരികളായ ഭീകരർ നടത്തിയ അതിശക്തമായ ബോംബാക്രമണത്തിലും വെടിവെപ്പിലും പാകിസ്ഥാൻ അർദ്ധസൈനിക വിഭാഗത്തിലെ 3 ജവാന്മാർ തൽക്ഷണം കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. ഈ ആക്രമണത്തിന് പിന്നിൽ തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ അഥവാ TTP അവരുമായി ബന്ധമുള്ള ജമാഅത്തുൽ അഹ്റാൻ എന്ന ഭീകര സംഘടനയാണെന്ന് പാകിസ്ഥാൻ കണ്ടെത്തി. എന്നാൽ പാകിസ്ഥാനെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചത് മറ്റൊന്നാണ്. ഈ ആക്രമണത്തിന്റെ റിമോട്ട് കൺട്രോൾ ഇരിക്കുന്നത് അഫ്ഗാനിസ്ഥാനിലാണ് എന്ന യാഥാർത്ഥ്യം. ഇതിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാൻ ഒട്ടും സമയം കളയാതെ തിരിച്ചടിച്ചു. തങ്ങളുടെ അത്യാധുനിക യുദ്ധവിമാനങ്ങളും പീരങ്കികളും ഉപയോഗിച്ച് അഫ്ഗാനിസ്ഥാന്റെ കിഴക്കൻ പ്രവിശ്യകളായ പക്തിക, കൂനാർ എന്നിവയ്ക്ക് മേൽ പാകിസ്ഥാൻ മാരകമായ ബോംബുകൾ വർഷിച്ചു. 25-ലധികം ഭീകരരെ വധിച്ചതായും അവരുടെ ക്യാമ്പുകൾ തകർത്തതായും പാകിസ്ഥാൻ ഇൻഫർമേഷൻ മന്ത്രി അത്തൗല തരാർ അവകാശപ്പെട്ടു. എന്നാൽ കഥ അവിടെ തീർന്നില്ല. ഈ നാണയത്തിന്റെ മറുപുറം അതിഭീകരമായിരുന്നു. പാകിസ്ഥാൻ കൊന്നൊടുക്കിയത് ഭീകരരെയല്ല, മറിച്ച് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന നിരപരാധികളായ സാധാരണക്കാരെയാണെന്ന് ഐക്യരാഷ്ട്രസഭയുടെ സഹായ ദൗത്യമായ UNAMA റിപ്പോർട്ട് ചെയ്തു. UN കണക്കുകൾ പ്രകാരം 28 പേര് മരിച്ചപ്പോൾ താലിബാൻ വക്താവ് ഹദുള്ള ഫിത്രത്ത് വ്യക്തമാക്കിയത് 38 സാധാരണക്കാർ കൊല്ലപ്പെടുകയും 163 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ്. പക്തിയയിലെ ഒരു വീടിന് മുന്നിൽ ആദ്യ ബോംബ് വീണപ്പോൾ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ആളുകളെ രക്ഷിക്കാൻ ഓടിക്കൂടിയ നാട്ടുകാരുടെ തലയിലേക്കാണ് പാകിസ്ഥാൻ രണ്ടാമത്തെ ബോംബിട്ടത് എന്ന ക്രൂരമായ ആരോപണം ഉയർന്നു. ഇതോടെ താലിബാന്റെ നിയന്ത്രണം വിട്ടു. ഉചിതമായ സമയത്ത് ഇതിന് ശക്തമായി പ്രതികാരം ചെയ്യുമെന്ന് അഫ്ഗാൻ ഡെപ്യൂട്ടി ഇൻഫർമേഷൻ മന്ത്രി മൊഹാജിർ ഫറാഹി പരസ്യമായി പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനം വെറും വാക്കല്ലായിരുന്നു എന്ന് തൊട്ടടുത്ത ചൊവ്വാഴ്ച തന്നെ ഫലം കണ്ടു. അഫ്ഗാനിസ്ഥാന്റെ പക്കൽ പാകിസ്ഥാനെ പോലെ വലിയ F-16 യുദ്ധവിമാനങ്ങളോ ആധുനിക വ്യോമസേനയോ ഇല്ലെന്നാണ് പൊതുവെ കരുതിയിരുന്നത്. എന്നാൽ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ചൊവ്വാഴ്ച പാകിസ്ഥാന്റെ വ്യോമാതിർത്തി ലംഘിച്ച് അഫ്ഗാൻ ഡ്രോണുകൾ പറന്നുയർന്നു. ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ സറാനിലുള്ള പാകിസ്ഥാൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഈ ഡ്രോൺ ആക്രമണം. തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് 4 താലിബാൻ ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി പാകിസ്ഥാൻ അവകാശപ്പെട്ടെങ്കിലും ഒരു ഡ്രോൺ സർക്കാർ സ്കൂളിന് സമീപം പതിച്ച് ആളപായം ഉണ്ടാക്കി. അതേസമയം അഫ്ഗാൻ പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു, ഞങ്ങൾ പാകിസ്ഥാന്റെ അതിർത്തിക്കുള്ളിൽ കയറി വ്യോമാക്രമണം നടത്തിക്കഴിഞ്ഞു. ഖൈബർ പക്തൂൺഖയിലും ബലൂചിസ്ഥാനിലെയും താവളങ്ങളാണ് തങ്ങൾ ലക്ഷ്യമിട്ടതെന്ന് അവർ വ്യക്തമാക്കി. ഇവിടെയാണ് നിരീക്ഷകർ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. താലിബാന്റെ കയ്യിൽ ഈ സാങ്കേതികവിദ്യ എവിടെ നിന്ന് വന്നു? ലണ്ടൻ ആസ്ഥാനമായിട്ടുള്ള ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജിക് സ്റ്റഡീസിന്റെ കണക്കുകൾ പ്രകാരം 2021 അമേരിക്കൻ സൈന്യം അഫ്ഗാനിസ്ഥാൻ വിട്ടുപോയപ്പോൾ ഉപേക്ഷിച്ചു പോയ കോടിക്കണക്കിന് ഡോളറിന്റെ ആയുധങ്ങളാണ് താലിബാന്റെ കരുത്ത്. അവരുടെ പക്കൽ നിലവിൽ കുറഞ്ഞത് 6 യുദ്ധവിമാനങ്ങളും 23 അത്യാധുനിക ഹെലികോപ്റ്ററുകളും ഉണ്ട്. അതിലുപരി കള്ളക്കടത്തിലൂടെയും ആഭ്യന്തര നിർമ്മാണത്തിലൂടെയും അവർ വികസിപ്പിച്ചെടുത്ത കാമിക്കാസെ ഡ്രോണുകൾ പാകിസ്ഥാന്റെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഒരു ഗറില്ല സംഘടനയിൽ നിന്നും ഒരു ഔദ്യോഗിക സൈന്യമായി താലിബാൻ അതിവേഗം മാറിക്കഴിഞ്ഞു എന്നതിൻ്റെ തെളിവാണ് പാകിസ്ഥാന് നേരെ അവർ നടത്തുന്ന അതിർത്തി കടന്നുള്ള ഈ ആക്രമണങ്ങൾ. നമുക്കല്പം പിന്നോട്ട് സഞ്ചരിക്കാം. വർഷങ്ങളായി ഒരേ താലത്തിലുണ്ടവർ ഒടുവിൽ കടിച്ചു കയറുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയത്. അതെങ്ങനെയാണ്? അമേരിക്കയ്ക്കെതിരായ യുദ്ധത്തിൽ അഫ്ഗാൻ താലിബാന് എല്ലാവിധ സാമ്പത്തിക സൈനിക സഹായങ്ങളും നൽകിയ രാജ്യമാണ് പാകിസ്ഥാൻ, പ്രത്യേകിച്ചും അവരുടെ ചാര സംഘടനയായ ISI. എന്നാൽ 2021 താലിബാൻ കാബൂളിൽ അധികാരം പിടിച്ചെടുത്തതോടെ പാകിസ്ഥാൻ വിചാരിച്ചത് തങ്ങൾക്ക് അഫ്ഗാനിസ്ഥാനിൽ പൂർണ്ണ നിയന്ത്രണം കിട്ടും എന്നാണ്. പക്ഷേ പാകിസ്ഥാന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയി. അധികാരം കിട്ടിയ ഉടൻ തന്നെ താലിബാൻ തങ്ങളുടെ യഥാർത്ഥ മുഖം കാണിച്ചു. പാകിസ്ഥാന്റെ ഏറ്റവും വലിയ തലവേദനയാണ് തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ അഥവാ TTP. പാകിസ്ഥാൻ സാധാരണക്കാരുടെ സായുധ വിപ്ലവത്തിലൂടെ അട്ടിമറിച്ച് അവിടെ തങ്ങളുടെ ശരീഅത്ത് ഭരണം സ്ഥാപിക്കുക എന്നതാണ് TTPയുടെ ലക്ഷ്യം. അഫ്ഗാൻ താലിബാനും പാകിസ്ഥാൻ താലിബാനും പേരിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അവർ ഒരേ വംശീയ പശ്ചാത്തലമുള്ള, ഒരേ പ്രത്യയശാസ്ത്രം പങ്കിടുന്ന സഹോദരങ്ങളാണ്.
പാകിസ്ഥാനിൽ ആക്രമണം നടത്തിയ ശേഷം TTP ഭീകരർ സുരക്ഷിതമായി അതിർത്തി കടന്ന് അഫ്ഗാനിസ്ഥാനിൽ അഭയം പ്രാപിക്കുന്നു എന്നാണ് പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട ആരോപണം. പാകിസ്ഥാൻ പുറത്തുവിട്ട ഔദ്യോഗിക കണക്കുകൾ കേട്ടാൽ ഞെട്ടും. വെറും ഒരു വർഷത്തിനുള്ളിൽ TTP നടത്തിയ ചാവേർ ആക്രമണങ്ങളിൽ 660-ലധികം പാകിസ്ഥാൻ സുരക്ഷാ സൈനികരും 580-ലധികം നിരപരാധികളായ സാധാരണക്കാരുമാണ് കൊല്ലപ്പെട്ടത്. എന്നാൽ കാബൂളിലെ താലിബാൻ ഭരണകൂടം ഈ ആരോപണങ്ങളെ പാടെ തള്ളിക്കളയുന്നു. പാകിസ്ഥാനിലെ ആഭ്യന്തര രാഷ്ട്രീയ പ്രശ്നങ്ങളും സുരക്ഷാ പരാജയങ്ങളുമാണ് ഇതിന് കാരണമെന്നും തങ്ങളുടെ മണ്ണ് ആർക്കെങ്കിലും ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്നുമാണ് താലിബാന്റെ വാദം. ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ശത്രുതയ്ക്ക് മറ്റൊരു നൂറ്റാണ്ട് പഴക്കമുള്ള കാരണവുമുണ്ട്. അതാണ് ഡ്യൂറൻ രേഖ. 1893 ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകാലത്ത് സർ ഹെൻറി മോർട്ടിമർ ഡ്യൂറന്റ് വരച്ച 2600 കിലോമീറ്റർ നീളമുള്ള അതിർത്തിയാണിത്. ഈ രേഖ പഷ്തൂൺ വംശജരെ 2 രാജ്യങ്ങളിലായി വിഭജിച്ചു. പാകിസ്ഥാൻ ഇതിനെ തങ്ങളുടെ ഔദ്യോഗിക അന്താരാഷ്ട്ര അതിർത്തിയായി കാണുമ്പോൾ അഫ്ഗാനിസ്ഥാനിലെ ഒരു ഭരണകൂടം ഇന്ന് വരെ ഈ അതിർത്തിയെ അംഗീകരിച്ചിട്ടില്ല. താലിബാനും അതെ. ഈ അതിർത്തിയിൽ വലിയ വേലിക്കെട്ടുകൾ നിർമ്മിച്ച് സുരക്ഷിതമാക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചപ്പോഴൊക്കെ തന്നെ താലിബാൻ സൈന്യം അത് ആയുധം ഉപയോഗിച്ച് തടഞ്ഞു. ഈ അതിർത്തി തർക്കമാണ് ഇപ്പോൾ തീവ്രവാദ വിരുദ്ധ പോരാട്ടവുമായി കൂട്ടിക്കുഴഞ്ഞ് വലിയൊരു യുദ്ധത്തിലേക്ക് വഴിമാറുന്നത്. ഈ വർഷം ഫെബ്രുവരിയിൽ പാകിസ്ഥാനിൽ നടന്ന തുടർച്ചയായ ചാവേർ ആക്രമണങ്ങൾക്ക് മറുപടിയായി പാകിസ്ഥാൻ ഓപ്പറേഷൻ ഗസാബ്ലിൽ ഖഗ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അഫ്ഗാൻ മണ്ണിലുള്ള TTP കേന്ദ്രങ്ങൾക്കെതിരെ ഒരു തുറന്ന യുദ്ധം. ഇതിന് മറുപടിയായി താലിബാൻ നടത്തിയ കരസേന ആക്രമണത്തിൽ പാകിസ്ഥാന്റെ 27 അതിർത്തി പോസ്റ്റുകളാണ് താലിബാൻ പിടിച്ചെടുത്തത്. മാർച്ച് മാസത്തോടെ യുദ്ധം അതിർത്തികൾ കടന്ന് വലിയ നഗരങ്ങളിലേക്ക് വ്യാപിച്ചു. പാകിസ്ഥാൻ കാബൂളിലും ബഗ്രാമിലും ബോംബിട്ടപ്പോൾ താലിബാൻ ഡ്രോണുകൾ റാവൽപിണ്ടിയിലെ പാകിസ്ഥാൻ സൈനിക ആസ്ഥാനത്തിന്റെ സമീപം വരെ എത്തി. ഖത്തറും ചൈനയും റഷ്യയും ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ, ലോകശക്തികൾ ഈ വിഷയത്തിൽ അതീവ ആശങ്കാകുലരാണ്. ഖത്തറിന്റെ നേതൃത്വത്തിൽ ദോഹയിലും ഇസ്താംബുളിലും വെടിനിർത്തൽ ചർച്ചകളൊക്കെ നടന്നുവെങ്കിലും അവയെല്ലാം പരാജയപ്പെട്ടു. റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം ഈ സംഘർഷത്തെ ഒരു ദുരന്തമായ അധ്യായം എന്നാണ് വിശേഷിപ്പിച്ചത്. ഇരുപക്ഷവും അടിയന്തരമായി ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ലെങ്കിൽ ഇത് നിയന്ത്രണാതീതമാകുമെന്ന് മോസ്കോ മുന്നറിയിപ്പ് നൽകുന്നു. എന്തുകൊണ്ടാണ് ലോകം ഇതിനെ ഭയപ്പെടുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ ഇഷ്ടംപോലെ യുദ്ധങ്ങളുണ്ട്. ഇനി പാകിസ്ഥാൻ ഒരു ആണവ രാജ്യം കൂടിയാണ്. സാമ്പത്തിക തകർച്ചയുടെയും പണപ്പെരുപ്പത്തിൻ്റെയും കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത്. ഒരു വശത്ത് ചൈനയുടെ വലിയ നിക്ഷേപങ്ങളും പാകിസ്ഥാനിലുണ്ട്, മറുവശത്ത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഗറില്ല പോരാളികളായ താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനും. ഈ രണ്ട് ശക്തികൾ തമ്മിലൊരു പൂർണ്ണ യുദ്ധം ഉണ്ടായാൽ അത് മിഡിൽ ഈസ്റ്റിനെയും ദക്ഷിണേഷ്യയെയും ഒരേപോലെ ബാധിക്കും. അത് ആഗോള ഇന്ധന വിപണിയെയും സാമ്പത്തിക വ്യവസ്ഥയും തകിടം മറിക്കും. ഇപ്പോൾ ഇസ്രായേൽ-ഇറാൻ യുദ്ധവും ഇതുവരെ തീർന്നിട്ടില്ല. അതുപോലെ ഉക്രൈൻ-റഷ്യ യുദ്ധവും തീർന്നിട്ടില്ല. ഇനി ഏഷ്യയിലേക്ക് കൂടി പുതിയൊരു യുദ്ധം പ്രഖ്യാപിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ തുടരുകയാണെങ്കിൽ അതൊരു 3ാം ലോക മഹായുദ്ധത്തിൻ്റെ വക്കിലേക്ക് എത്തിച്ചേരും, അല്ലെങ്കിൽ അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തിച്ചേരും. എന്നാലും ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.